വളരെ പ്രധാനപ്പെട്ട ഞെട്ടിക്കുന്ന ഒരു വാർത്ത ഈ മണിക്കൂറിൽ പുറത്തുവരുന്നു. കോഴിക്കോട് തിക്കോടിയിൽ കടലിൽ കുളിക്കാനിറങ്ങിയ 4 പേർ തിരയിൽപ്പെട്ട് മരിച്ചു എന്നാണ് ആ വാർത്ത. കൽപ്പറ്റ സ്വദേശികളാണ് മരിച്ചത്. ഒരാളുടെ ആരോഗ്യനില ഗുരുതരമാണ്. രാഹുൽ സുരേഷ് കോഴിക്കോട് നിന്ന് ചേർന്ന് കൂടുതൽ വിവരങ്ങളുമായി. രാഹുൽ, ഞെട്ടിക്കുന്നതാണ്. എന്താണ് സംഭവിച്ചത്? എങ്ങനെയാണ് ഈ അപകടം ഉണ്ടായത്? പ്രജിൻ, വളരെ പ്രധാനപ്പെട്ട അതിദാരുണമായ സംഭവങ്ങളാണ്, പ്രധാന വാർത്തയാണ് ഈ നിമിഷം പുറത്തു വരുന്നത്. കൽപ്പറ്റയിൽ നിന്നും വിനോദസഞ്ചാരത്തിനെത്തിയ സംഘത്തിലെ 4 പേരാണ് തിരയിൽപ്പെട്ട് മരിച്ചിട്ടുള്ളത്. കൊയിലാണ്ടിക്ക് സമീപം കടലിൽ ഇവർ കുളിക്കാൻ ഇറങ്ങുകയായിരുന്നു. അതിലാണ് 5 പേർ കുളിക്കാൻ ഇറങ്ങി. 5 പേരും ഈ തിരയിൽപ്പെടുകയായിരുന്നു. 4 പേരാണ് തിരയിൽപ്പെട്ട് മരിച്ചിട്ടുള്ളത്. അവരുടെ പേര് വിവരങ്ങൾ ഇങ്ങനെയാണ്: ബിനീഷ് 40 വയസ്സ്, വാണി 32 വയസ്സ്, അനീസ 35 വയസ്സ്, ഫൈസൽ തുടങ്ങി 4 പേരാണ് മരിച്ചിട്ടുള്ളത്. ഒരാൾക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. മരിച്ച 4 പേരുടെ മൃതദേഹം ഇപ്പോൾ കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചിട്ടുണ്ട്. ഗുരുതരമായി പരിക്കേറ്റ വ്യക്തിയും ഇപ്പോൾ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലാണെന്ന വിവരമാണ് നമുക്ക് ലഭ്യമാവുന്നത്. ഇവര് കൽപ്പറ്റയിൽ നിന്നും 24 പേരടങ്ങുന്ന സംഘമാണ് വിനോദസഞ്ചാരത്തിനായി എത്തിയത്. ഇന്ന് ഉച്ചയോടുകൂടി ഇവർ കടലിൽ കുളിക്കാൻ ഇറങ്ങുകയും 5 പേർ ഈ തിരയിൽ പെടുകയുമായിരുന്നു. നാട്ടുകാരുടെ നേതൃത്വത്തിലാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. പക്ഷേ 3 പേരുടെ മൃതദേഹമാണ് കടലിൽ നിന്ന് ലഭിച്ചത്. ഒരാൾ ആശുപത്രിയിലേക്ക് എത്തിച്ചതിന് പിന്നാലെ മരിക്കുകയുമായിരുന്നു. ഒരാൾക്ക് ഗുരുതരമായി പരിക്കേറ്റു എന്ന വിവരം കൂടിയാണ് ഈ നിമിഷം പുറത്തു വരുന്നത്. പ്രജിൻ, രാഹുൽ, ഈ അപകടത്തിൽപ്പെട്ടത് എങ്ങനെയെന്നത് സംബന്ധിച്ച് വിശദാംശങ്ങളുണ്ടോ? ഈ ദൃക്സാക്ഷികൾ ആരെങ്കിലും അവിടെ ഉണ്ടായിട്ടുണ്ടോ? നാട്ടുകാർ ഈ അപകടത്തെക്കുറിച്ച് പറയുന്നത് എന്താണ്? ഇത് തിക്കോടി ബീച്ചാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവിടെ ഈ സുരക്ഷാ സംവിധാനങ്ങളൊക്കെ, അല്ലെങ്കിൽ അവിടെ ഈ ഗാർഡുകൾ ഉണ്ടാവുക, അത്തരം കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ലേ? അത്തരം വിവരങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ടോ? പ്രജിൻ, തിക്കോടി ഡൈവിംഗ് ബീച്ച് തന്നെയാണ്. ഇന്ന് അവധി ദിനമായതിനാൽ കുറേയധികം ആളുകൾ ഉണ്ടായിരുന്നു. 24 പേരടങ്ങുന്ന സംഘം ഇവിടെ എത്തുന്നു. അതിൽ 5 പേരാണ് കുളിക്കാനായി കടലിലിറങ്ങിയത്. പക്ഷെ കൂടെ ഉണ്ടായിരുന്ന ആളുകൾ ഇവരെ കാണാതെ വന്നതോടെ അവിടെയുള്ള ആളുകളോട് പറയുകയും ഉടൻ തന്നെ നാട്ടുകാരുടെ നേതൃത്വത്തിൽ തെരച്ചിൽ നടത്തുകയുമായിരുന്നു. ആ തെരച്ചിലിനൊടുവിൽ വളരെ വൈകിയ ശേഷമാണ് 3 പേരുടെ മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. പിന്നീട് ഒരാളെ ജീവനോടുകൂടി രക്ഷപ്പെടുത്തുകയായിരുന്നു. ആ ആൾക്കാണ് ഇപ്പോൾ ഗുരുതരമായി പരിക്കേറ്റിപ്പോൾ ചികിത്സയിൽ കഴിയുന്നത്. 2 സ്ത്രീകളും 2 പുരുഷന്മാരും അടക്കം 4 പേരാണ് ഈ സംഭവത്തിൽ മരിച്ചിട്ടുള്ളത്. ഇവർ ഇന്ന് രാവിലെയാണ് കൽപ്പറ്റയിൽ നിന്നും വിനോദസഞ്ചാരത്തിനായി പുറപ്പെട്ടത്. 24 പേരടങ്ങുന്ന സംഘമായിരുന്നു. അങ്ങനെയാണ് ഇവർ തിക്കോടി ബീച്ചിലെത്തുകയും കുളിക്കാൻ അവിടെ ഇറങ്ങുകയും ചെയ്തത്. ഇവിടെ മറ്റ് ആളുകൾ ഉണ്ടായിരുന്നുകൊണ്ട് തന്നെ വേഗം തെരച്ചിൽ നടത്താൻ സാധിച്ചു. പക്ഷേ ഇവരെ ജീവനോടെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞില്ല എന്നതാണ് അതിദാരുണമായ സംഭവം. എന്താണേലും കൂടുതൽ വിവരങ്ങൾ അവിടെ നിന്നും ലഭ്യമായി വരുന്നതേ ഉള്ളൂ. പ്രജിൻ, രാഹുൽ സുരേഷാണ് വിശദാംശങ്ങൾ നൽകിയത്. കോഴിക്കോട് തിക്കോടിയിലാണ് കടലിൽ കുളിക്കാൻ ഇറങ്ങിയ 4 പേർ തിരയിൽപ്പെട്ട് മരിച്ചത്. ഒരാളുടെ നില ഇപ്പോഴും ഗുരുതരമായി തുടരുന്നുണ്ട് എന്നുകൂടി വിവരുന്നു. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രതികരണങ്ങൾ വരുന്നു, അതിലേക്കാണ്. 5 പേര് കടലിൽ ഇറങ്ങിയതാണ്. തിരയടിച്ചു പോയിട്ട് 5 പേര് മിസ്സായി. 4 പേരെ കിട്ടി. 4 പേരും ഡെത്തായി. ഒരാളെ രക്ഷപ്പെടുത്തി.